മജ്ജിമ നികായ 32 മഹാഗോസിംഗ സൂത്തം. ഗോസിംഗ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ പേരാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഉപദേശം കൊടുത്തിട്ടുള്ളത്. ആ ഗോസിംഗ എന്ന് പറയുന്ന സ്ഥലത്ത് സാലവൃക്ഷങ്ങളുടെ ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ ഒരു വനം ഉണ്ടായിരുന്നു. സാലവൃക്ഷം എന്ന് പറയുന്ന സമയത്ത് മലയാളത്തിൽ അതിനെ കൈമരുത് എന്ന് പറയാം. ആ സമയത്ത് ആ വനത്തെ കൂടുതൽ ശോഭിപ്പിക്കുന്ന ഭിക്ഷു ആരാണ് എന്ന ചോദ്യത്തിന് ഭഗവാന്റെ പ്രസിദ്ധരായിട്ടുള്ള ഓരോ ശിഷ്യന്മാരും അവരവരുടെ രീതിയിലായിട്ടുള്ള ഉത്തരമാണ് കൊടുത്തിട്ടുള്ളത്. ആ ഉത്തരം മുഴുവനും നമ്മൾക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ്. കാരണം നിബ്ബാണത്തിലൂടെ പോകുന്ന ഓരോ വ്യക്തിക്ക് ആ ഓരോ ഗുണവും വളരെ അത്യന്താപേക്ഷിതമാണ്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ഗോസിംഗ എന്ന പ്രദേശത്തുള്ള ഒരു സാല വനത്തിൻ്റെ അടുത്ത് താമസിക്കുകയായിരുന്നു. സാലവൃക്ഷങ്ങളുടെ ഒരു വനമായിരുന്നു അത്. ഒരു പൂന്തോട്ടം എന്ന് വേണമെങ്കിലും പറയാം. ആ സമയത്ത് ഭഗവാന്റെ മുതിർന്ന കുറേ ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. ആയുഷ്മാൻ സാരിപുത്തൻ, ആയുഷ്മാൻ മഹാമൊഗല്ലാനൻ, ആയുഷ്മാൻ മഹാകശ്യപൻ, ആയുഷ്മാൻ അനിരുദ്ധ, ആയുഷ്മാൻ രേവത, ആയുഷ്മാൻ ആനന്ദ, അതുകൂടാതെ മറ്റുള്ള മുതിർന്ന ഭിക്ഷുമാരും ഉണ്ടായിരുന്നു. അപ്പോൾ സായാഹ്ന സമയം ആയിക്കഴിഞ്ഞപ്പോൾ ആയുഷ്മാൻ മഹാമൊഗല്ലാനൻ തൻ്റെ ധ്യാനത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം ആയുഷ്മാൻ മഹാകശ്യപൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ കശ്യപ, വരൂ, നമ്മൾക്ക് ആയുഷ്മാൻ സാരിപുത്തൻ്റെ അടുത്ത് പോകാം. അപ്പോൾ നമ്മൾക്ക് ധർമ്മത്തെ കേൾക്കാൻ സാധിക്കും. ശരി മിത്രമേ എന്ന് ആയുഷ്മാൻ മഹാകശ്യപൻ പ്രത്യുത്തരം കൊടുത്തു. അതിനുശേഷം ആയുഷ്മാൻ അനിരുദ്ധനും ഒരുമിച്ച് അവർ സാരിപുത്രൻ്റെ അടുത്തേക്ക് പോയി. അവരെല്ലാം കണ്ടപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ആയുഷ്മാൻ രേവതൻ്റെ അടുത്ത് പോയി നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു. അതിനുശേഷം ആയുഷ്മാൻ ആനന്ദൻ ആയുഷ്മാൻ രേവതനെയും അതിലേക്ക് ക്ഷണിച്ചു. ഈ ഭിക്ഷുക്കളെല്ലാം ദൂരെ നിന്ന് തന്നെ വരുന്നത് സാരിപുത്രൻ കണ്ടു. എന്നിട്ട് ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ ആനന്ദ, സ്വാഗതം. ഭഗവാന്റെ അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ് താങ്കൾ. ഭഗവാന്റെ സേവകനാണ്, ഉപസ്ഥാപകനാണ്. ആനന്ദ, ഈ ഗോസിംഗ സാലവനം വളരെ ഭംഗിയുള്ളതാണ്. രാത്രി പ്രകാശമാനമാണ്. സാലവൃക്ഷങ്ങൾ മുഴുവൻ പൂവണിഞ്ഞിരിക്കുകയാണ്. ദിവ്യമായിട്ടുള്ള ഗന്ധം വായുവിൽ വ്യാപ്തമാണ്. ഏതു തരത്തിലുള്ള ഭിക്ഷുവാണ് ഈ വനത്തിനെ കൂടുതൽ ശോഭിപ്പിക്കുന്നത്? ഇനി ഓരോ ഭിക്ഷുക്കളും തങ്ങളുടെ തന്നെ ഗുണങ്ങളായിരിക്കും പറയുക. കാരണം അവർക്ക് ഏറ്റവും അടുത്തറിയുന്നത് അവരുടെ തന്നെ ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആനന്ദൻ സാരിപുത്രനോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ സാരിപുത്ത, ഒരു ഭിക്ഷു വളരെയധികം ധർമ്മത്തെ ശ്രവിച്ചിട്ടുണ്ട്, അതിനെ ഉള്ളിൽ ഓർമ്മ വച്ചിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം അറിഞ്ഞ് അതിനെ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്. ഈ ധർമ്മം തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും കല്യാണകാരിയാണ്. വളരെ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ്, അർത്ഥവത്താണ്. ഈ ധർമ്മം കേവല പരിപൂർണമാണ്, കേവലം പരിശുദ്ധമാണ്, ബ്രഹ്മചര്യത്തിന് അനുയോജ്യമാണ്. ആ രീതിയിലുള്ള ധർമ്മത്തെ വളരെ കേട്ടിട്ടുള്ള ഒരു ഭിക്ഷു, അതിനെ ആവർത്തിച്ച് ചൊല്ലി ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ഒരു ഭിക്ഷു, അതിനെ ഹൃദിസ്ഥമാക്കിയിട്ട് മനസ്സിൽ പരിശോധിക്കുന്ന ഒരു ഭിക്ഷു, അതിനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നൊരു ഭിക്ഷു, ആ ഭിക്ഷു 4 പരിഷത്തുകളെയും പഠിപ്പിക്കുന്നു. ശരിയായിട്ടുള്ള ശബ്ദത്തിൽ വളരെ വ്യക്തമായിട്ട് ആ ധർമ്മത്തെ 4 പരിഷത്തുകളിലും ഉപദേശിച്ചു കൊടുക്കുന്നു. 4 പരിഷത്തുകൾ എന്ന് പറയുന്ന സമയത്ത് ഭിക്ഷു, ഭിക്ഷുണി, ഉപാസകർ, ഉപാസിക, അവരെ ധർമ്മം പഠിപ്പിക്കുന്ന ഭിക്ഷു. ആ തരത്തിലുള്ള ഭിക്ഷുവാണ് ഈ ഗോസിംഗ സാല വനത്തെ കൂടുതൽ ശോഭിപ്പിക്കുക. ആയുഷ്മാൻ ആനന്ദൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ സാരിപുത്ത് ആയുഷ്മാൻ രേവതനോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ രേവത, ആയുഷ്മാൻ ആനന്ദൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇതിന് ഉത്തരം നൽകി. ഇപ്പോൾ ഞങ്ങൾ താങ്കളോടും ഇതേ ചോദ്യം ചോദിക്കുകയാണ്. ഈ ഗോസിംഗ സാലവനം വളരെ സുന്ദരമാണ്, രാത്രി പ്രകാശമാനമാണ്, സാലവനം മുഴുവൻ പുഷ്പിതമാണ്, ദിവ്യഗന്ധം വായുവിൽ പരന്നിരിക്കുകയാണ്.
ഏത് തരത്തിലുള്ള ഭിക്ഷുവാണ് ഈ ഗോസിംഗസാല വനത്തെ കൂടുതൽ ശോഭിപ്പിക്കുക? അപ്പോൾ ആയുഷ്മാൻ രേവതൻ സാരിപുത്തനോട് ഇങ്ങനെ പറഞ്ഞു. ആയുഷ്മാൻ സാരിപുത്ത, ഒരു ഭിക്ഷു, ആ ഭിക്ഷു ധ്യാനം ആസ്വദിക്കുകയാണ്, ധ്യാനത്തെ സ്നേഹിക്കുകയാണ്, മനസ്സിനെ സമതയിൽ നിലനിർത്തുകയാണ്, ധ്യാനങ്ങളെ നിരാകരിക്കുന്നില്ല, വിപശ്യന ചെയ്യുകയാണ്, ഒഴിഞ്ഞ ഗ്രഹങ്ങളിൽ പോകുന്ന വ്യക്തിയാണ്. ആ തരത്തിലുള്ള ഒരു ഭിക്ഷുവാണ് ഈ ഗോസിംഗസാല വനത്തെ കൂടുതൽ ശോഭിപ്പിക്കുക. ഇവിടെ 1-2 വാക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. ചേതോ സമത മനിയുക്ത. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുമ്പോൾ മനസ്സിനെ സമത അല്ലെങ്കിൽ സമാധി അത് അഭ്യസിപ്പിക്കുന്ന വ്യക്തിയായിരിക്കണം. അനിരാഗത ധ്യാനോ, ധ്യാനങ്ങളെ നിരാകരിക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം. അതായത് 8 ധ്യാനങ്ങൾ ഉണ്ട്, അതിനെ ഒരിക്കലും നിരാകരിക്കാത്ത, അവഗണിക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം. അതുകൂടാതെ വിപശ്യനായ സമന്യാഗതോ, വിപശ്യന അതായത് അനിച്ഛ ദുഃഖ അനത്ത എന്നുള്ള ബോധത്തെ കൂടെ കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ പ്രജ്ഞയെ കൂടെ കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ഭഗവാന്റെ ഉപദേശങ്ങളിൽ മിക്കതും സമതാച വിപശ്യനാച്ച എന്ന ഉദാഹരണമാണ് വരിക. അതായത് സമതയും വിപശ്യനയും ഒരേ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സമത വിപശ്യനയാണ് ഭഗവാൻ പഠിപ്പിച്ചത് എന്ന് അറിവുള്ള ഭിക്ഷുക്കൾ പറയുന്നത്. എന്നാൽ ബുദ്ധഘോഷൻ എന്ന വ്യക്തി വിശുദ്ധി മാർഗത്തിൽ സമതയെയും വിപശ്യനയെയും രണ്ടും രണ്ടായിട്ട് തരംതിരിച്ചു. കാരണം ആ വ്യക്തി ധ്യാനിക്കുന്നൊരു വ്യക്തിയായിരുന്നില്ല, സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ തെറ്റുമൂലം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻ വന്നു. ധ്യാനത്തെപ്പറ്റി ആൾക്കാർ തെറ്റായിട്ട് വിചാരിച്ചു, ധ്യാനത്തിൽ പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പല തെറ്റിദ്ധാരണകളും വന്നു. നമ്മൾ ഇതുവരെ പല സൂത്രങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഭഗവാൻ ധ്യാനത്തെ വളരെ നന്നായിട്ട് പ്രശംസിക്കുന്നത് കാണാറുണ്ട്. അതുകൂടാതെ എല്ലാ ധ്യാനത്തിൻ്റെയും ഒടുവിൽ മുക്തി മോക്ഷം ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ധ്യാനത്തെ നിരാകരിക്കരുത് എന്ന് പറയുന്നത്. ആ തരത്തിലുള്ള ഭിക്ഷുവാണ് ഈ ഗോസിംഗസാല വനത്തെ കൂടുതൽ ശോഭിപ്പിക്കുക. ആയുഷ്മാൻ രേവതൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ സാരിപുത്ത് ആയുഷ്മാൻ അനിരുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു. ആയുഷ്മാൻ അനിരുദ്ധ, ആയുഷ്മാൻ രേവതൻ തൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിച്ചത്. ഇപ്പോൾ ഞങ്ങൾ താങ്കളോടും ഇതേ ചോദ്യം ചോദിക്കുകയാണ്. ഗോസിംഗസാല വനം വളരെ സുന്ദരമാണ്, രാത്രി പ്രകാശമാനമാണ്, സാല വൃക്ഷങ്ങൾ പൂവിട്ടിരിക്കുകയാണ്, ദിവ്യമായിട്ടുള്ള ഗന്ധം വായുവിൽ പരന്നിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള ഭിക്ഷുവാണ് ഈ വനത്തെ കൂടുതൽ സുന്ദരമാക്കുക? അപ്പോൾ ആയുഷ്മാൻ അനിരുദ്ധൻ ആയുഷ്മാൻ സാരിപുത്തനോട് ഇങ്ങനെ പറഞ്ഞു. ഏതൊരു ഭിക്ഷു മനുഷ്യനേത്രത്തിന് അതീതമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ദിവ്യ ചക്ഷു കൊണ്ട് അല്ലെങ്കിൽ ദിവ്യ നേത്രം കൊണ്ട് ആയിരക്കണക്കിന് ലോകങ്ങളെ നിരീക്ഷിക്കുന്നുവോ, ഏതെങ്കിലും ഒരു കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു വ്യക്തി 1000 കാലുകളുള്ള ചക്രത്തെ വീക്ഷിക്കുന്നത് പോലെ ഏതൊരു ഭിക്ഷു മനുഷ്യർക്കതീതമായിട്ടുള്ള ദിവ്യചക്ഷുവിനാൽ 1000 ലോകങ്ങളെ വീക്ഷിക്കുന്നുവോ, ആ ഭിക്ഷു ഈ ഗോസിംഗസാല വനത്തെ കൂടുതൽ സുന്ദരമാക്കും. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്ത് ആയുഷ്മാൻ മഹാകസബനോട് ഇങ്ങനെ പറഞ്ഞു. ആയുഷ്മാൻ കസബ, ആയുഷ്മാൻ അനിരുദ്ധൻ തൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഇതിന് ഉത്തരം പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ താങ്കളോട് ഇതേ ചോദ്യം ചോദിക്കുന്നു. ഈ ഗോസിംഗസാല വനം വളരെ ഭംഗിയുള്ളതാണ്, രാത്രി പ്രകാശമാനമാണ്, സാലവൃക്ഷങ്ങൾ പൂവണിഞ്ഞിരിക്കുകയാണ്, ദിവ്യഗന്ധം വായുവിൽ പരന്നിരിക്കുകയാണ്. ആയുഷ്മാൻ കസബ, ഏതു ഭിക്ഷുവാണ് ഈ ഗോസിംഗ വനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്? അപ്പോൾ ആയുഷ്മാൻ മഹാകസബ് ആയുഷ്മാൻ സാരിപുത്രനോട് ഇങ്ങനെ പറഞ്ഞു. ആയുഷ്മാൻ സാരിപുത്ത്, ഏതൊരു ഭിക്ഷു വനത്തിൽ താമസിക്കുന്നുവോ, വനത്തിലെ ജീവിതത്തെ പ്രശംസിപ്പിക്കുന്നുവോ, ഭിക്ഷാന്നം മാത്രം കഴിക്കുന്നുവോ, ഭിക്ഷാന്നത്തെ പ്രശംസിക്കുന്നുവോ, കീറിയ വസ്ത്രങ്ങൾ തുന്നിക്കൂട്ടി ധരിക്കുന്നുവോ, ആ തുന്നിക്കൂട്ടി ധരിച്ച വസ്ത്രത്തെ പ്രശംസിക്കുന്നുവോ, 3 ചീവരങ്ങൾ അല്ലെങ്കിൽ 3 വസ്ത്രങ്ങൾ മാത്രം സ്വന്തമായിട്ടുള്ള ഭിക്ഷു, ആ 3 ചീവരങ്ങളെ പ്രശംസിക്കുന്ന ഭിക്ഷു, അവർ അല്പേച്ഛുക്കളാണ്, അതായത് കുറച്ച് മാത്രം ആഗ്രഹമുള്ളവരാണ്, സന്തുഷ്ടരാണ്, സന്തുഷ്ടിയെ പ്രശംസിക്കുന്നു.
നിർജ്ജന സ്ഥലത്ത് വസിക്കുന്നു, നിർജ്ജന വാസത്തെ പ്രശംസിക്കുന്നു. ആൾക്കാരുമായിട്ട് ഇടപഴകുന്നില്ല, ഇടപഴകാത്തതിനെ പ്രശംസിക്കുന്നു. വീര്യവാന്മാരാണ്, വീര്യത്തെ പ്രശംസിക്കുന്നു. അവർ ശീലസമ്പന്നരാണ്, സമാധിസമ്പന്നരാണ്, പ്രജ്ഞാസമ്പന്നരാണ്, വിമുക്തി സമ്പന്നനാണ്, വിമുക്തി ജ്ഞാനദർശന സമ്പന്നനാണ്. അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രശംസിക്കുന്നു. ആ തരത്തിലുള്ള ഭിക്ഷുവാണ് ഈ ഗോസിംഗ സാലവനത്തെ കൂടുതൽ ശോഭിപ്പിക്കുന്നത്. ആയുഷ്മാൻ മഹാകസബൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ സാരിപുത്ത് ആയുഷ്മാൻ മഹാമൊഗല്ലനോട് ഇങ്ങനെ പറഞ്ഞു. ആയുഷ്മാൻ മഹാമൊഗല്ലാന് ആയുഷ്മാൻ മഹാകസബൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഉത്തരം തന്നത്. ഇനി ഞങ്ങൾ താങ്കളോടും ഇതേ ചോദ്യം ചോദിക്കുന്നു. ഈ ഗോസിംഗ സാലവനം വളരെ ഭംഗിയുള്ളതാണ്, രാത്രി പ്രകാശമാനമാണ്, സാലവൃക്ഷങ്ങൾ പൂവണിഞ്ഞിരിക്കുകയാണ്, ദിവ്യമായിട്ടുള്ള ഗന്ധം വായുവിൽ വ്യാപിച്ചിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള ഭിക്ഷുവാണ് ഈ ഗോസിംഗ സാലവനത്തെ കൂടുതൽ സുന്ദരമാക്കുന്നത്? ആയുഷ്മാൻ മഹാമൊഗല്ലാനൻ ആയുഷ്മാൻ സാരിപുത്തനോട് ഇങ്ങനെ പറഞ്ഞു. ആയുഷ്മാൻ സാരിപുത്ത, എപ്പോൾ രണ്ട് ഭിക്ഷുക്കൾ അഭിധമ്മയുടെ കഥയെ പരസ്പരം സംസാരിക്കുന്നുവോ, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുവോ, പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കുന്നുവോ, പരസ്പരം അതിന് ഉത്തരം നൽകുന്നുവോ, ഇപ്രകാരം അവരുടെ ധർമ്മകഥ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ തരത്തിലുള്ള ഭിക്ഷുവാണ് ഈ ഗോസിംഗ വനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്. അതിനുശേഷം ആയുഷ്മാൻ മഹാമൊഗല്ലാനൻ ആയുഷ്മാൻ സാരിപുത്തനോട് ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് ഇതിനെപ്പറ്റി സംസാരിച്ചത്. ഇനി ഞങ്ങൾ താങ്കളോട് ചോദിക്കുന്നു. ആയുഷ്മാൻ സാരിപുത്ത്, ഈ ഗോസിംഗ സാലവനം വളരെ സുന്ദരമാണ്, രാത്രി പ്രകാശമാനമാണ്, സാലവൃക്ഷങ്ങൾ പൂവണിഞ്ഞിരിക്കുകയാണ്, ദിവ്യഗന്ധം എങ്ങും പരന്നിരിക്കുകയാണ്. ഏതൊരു ഭിക്ഷുവാണ് ഈ ഗോസിംഗ സാലവനത്തെ കൂടുതൽ സുന്ദരമാക്കുന്നത്? ആയുഷ്മാൻ മൊഗല്ലാന, ഏതൊരു സമയത്ത് ഒരു ഭിക്ഷു സ്വന്തം മനസ്സിനെ വശത്താക്കുന്നുവോ, സ്വയം മനസ്സിൻ്റെ വശത്താകുന്നില്ലയോ, രാവിലെ അവർ ഏതൊരു ധ്യാനത്തിൽ ഏതൊരു ഉപലബ്ധിയിൽ വിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർ അതിൽ വിഹരിക്കുന്നു. ഉച്ച സമയത്ത് ഏതൊരു ധ്യാനത്തിൽ വിഹരിക്കണമോ, ഏതൊരു ഉപലബ്ധിയിൽ വിഹരിക്കണമോ അവർ അതിൽ വിഹരിക്കുന്നു. സായാഹ്ന സമയത്ത് അവർ ഏതൊരു ധ്യാനത്തിൽ വിഹരിക്കണമോ, ഏതൊരു ഉപലബ്ധിയിൽ വിഹരിക്കണമോ അവർ അതിൽ വിഹരിക്കുന്നു. ഉദാഹരണമായിട്ട് ഒരു രാജാവുണ്ട്, അദ്ദേഹത്തിൻ്റെ മന്ത്രിയുണ്ട് എന്ന് കരുതുക. അവരുടെ പെട്ടിയിൽ പലതരത്തിലുള്ള വർണ്ണത്തിലുള്ള വസ്ത്രങ്ങളുണ്ട് എന്ന് കരുതുക. രാവിലെ അവർ അവർക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ള വസ്ത്രം അണിയും, ഉച്ചയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ള നിറമുള്ള വസ്ത്രം അണിയും, വൈകിട്ട് അവർക്ക് ഇഷ്ടമുള്ള നിറമുള്ള വസ്ത്രം അണിയും. അതേ പ്രകാരം ഒരു ഭിക്ഷു സ്വന്തം മനസ്സിനെ വശത്താക്കുന്നു, സ്വയം മനസ്സിൻ്റെ വശത്താകുന്നില്ല. രാവിലെ അവർ ഏതൊരു ധ്യാനത്തിൽ ഉപലബ്ധിയിൽ വിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിൽ വിഹരിക്കുന്നു. ഉച്ചയ്ക്ക് ഏതൊരു ധ്യാനത്തിൽ ഉപലബ്ധിയിൽ വിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിൽ വിഹരിക്കുന്നു. വൈകിട്ട് ഏതൊരു ധ്യാനത്തിൽ ഉപലബ്ധിയിൽ വിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിൽ വിഹരിക്കുന്നു. ആ തരത്തിലുള്ള ഭിക്ഷുവാണ് ഈ ഗോസിംഗ സാലവനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്. ഇവിടെ സാരിപുത്തൻ പറഞ്ഞു, ഒരു ഭിക്ഷു സ്വന്തം മനസ്സിനെ വശത്താക്കണം, മനസ്സിൻ്റെ വശത്താകരുത്. അതുകൂടാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾക്ക് ഏതൊരു ധ്യാനത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കണമോ അതിൽ നിൽക്കാൻ കഴിയണം എന്ന് പറഞ്ഞു. സാരിപുത്തിന് ഈ വലിയൊരു കഴിവുണ്ട്. കാരണം അദ്ദേഹത്തിന് സ്വന്തം മനസ്സ് വശത്താണ്. അതിനാൽ 8 ധ്യാനങ്ങളിൽ ഏത് ധ്യാനത്തിൽ അദ്ദേഹം എത്ര സമയം നിൽക്കാൻ ആഗ്രഹിക്കുന്നുവോ അദ്ദേഹത്തിന് അത് കഴിയുന്നതാണ്. അതിനുശേഷം ആയുഷ്മാൻ സാരിപുത്തൻ ആ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഇതിന് ഉത്തരം പറഞ്ഞത്. മിത്രങ്ങളെ, വരൂ, നമ്മൾക്ക് ബുദ്ധൻ്റെ അടുത്ത് പോകാം. എന്നിട്ട് അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി പറയാം. അദ്ദേഹം എന്ത് ഉത്തരം തരുന്നുവോ നമ്മൾക്ക് അതിനെ അതേപോലെ തന്നെ ഓർമ്മിക്കാം. ശരി മിത്രമേ എന്ന് അവർ പ്രത്യുത്തരം കൊടുത്തു. അപ്പോൾ ആ ആയുഷ്മാന്മാർ എല്ലാവരും തന്നെ ഭഗവാൻ ബുദ്ധൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിനെ വന്ദിച്ചു. എന്നിട്ട് ഒരു വശത്ത് ഇരുന്നു. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്തൻ ഭഗവാനോട്
നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആയുഷ്മാൻ ആനന്ദനോട് ചോദിച്ച ചോദ്യത്തെപ്പറ്റി പറഞ്ഞു. രാവിലെ നടന്ന സംഭവങ്ങൾ മുഴുവൻ ഭഗവാനോട് ആവർത്തിച്ച് പറഞ്ഞു. ഭഗവാൻ, ഞാൻ ആനന്ദനോട് ചോദിച്ചു, ഗോസിംഗ സാലവനം വളരെ ഭംഗിയുള്ളതാണ്, രാത്രി പ്രകാശമാനമാണ്, സാലവൃക്ഷങ്ങൾ പൂവണിഞ്ഞിരിക്കുകയാണ്, ദിവ്യമായിട്ടുള്ള ഗന്ധം എങ്ങും പരന്നിരിക്കുകയാണ്. ഏത് ഭിക്ഷുവാണ് ഈ ഗോസിംഗ സാലവനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആനന്ദൻ ഇപ്രകാരം എനിക്ക് ഉത്തരം തന്നു. ആയുഷ്മാൻ സാരിപുത്ത്, ഒരു ഭിക്ഷു വളരെ ധർമ്മം കേട്ടിട്ടുള്ള വ്യക്തിയാണ്. നേരത്തെ ആനന്ദൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും ഇവിടെ സാരിപുത്തൻ ആവർത്തിക്കുകയാണ്. ധർമ്മത്തിൻ്റെ അർത്ഥം അറിഞ്ഞ് ഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണ്. തുടക്കത്തിലും മധ്യത്തിലും ഒടുക്കത്തിലും കല്യാണം മാത്രം തരുന്ന പരിപൂർണ ധർമ്മമാണ്. ആ ധർമ്മത്തെ ഓർത്തിരിക്കുന്ന, അതിനെ 4 സഭകൾക്കും ഉപദേശിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് ഈ ഗോസിംഗ വനത്തെ കൂടുതൽ ഭംഗിയാക്കുന്ന ഭിക്ഷു എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, സാധു സാധു സാരിപുത്ത്, വളരെ നന്നായി സാരിപുത്ത്. ആനന്ദൻ അദ്ദേഹത്തിന് യോജിച്ച രീതിയിൽ തന്നെയാണ് ഇതിന് ഉത്തരം തന്നത്. എന്തെന്നാൽ ആനന്ദൻ വളരെയധികം കേട്ടിട്ടുള്ള വ്യക്തിയാണ്, അതിനെ ധാരണം ചെയ്യുന്ന വ്യക്തിയാണ്. തുടക്കത്തിൽ മംഗളം തരുന്നതും മധ്യത്തിൽ മംഗളം തരുന്നതും ഒടുക്കത്തിൽ മംഗളം തരുന്നതുമായിട്ടുള്ള ധർമ്മത്തെ പരിപൂർണമായിട്ട് ഗ്രഹിച്ച വ്യക്തിയാണ്. ആ ധർമ്മം കേവല പരിപൂർണമാണ്, കേവലം പരിശുദ്ധമാണ്, ബ്രഹ്മചര്യത്തിന് ഉതകുന്നതാണ്. ആ തരത്തിലുള്ള ധർമ്മത്തെ നല്ലപോലെ കേട്ടിരിക്കുന്ന, അതിനെ ചൊല്ലി ഹൃദിസ്ഥമാക്കിയ, അതിനെ ബുദ്ധിയാൽ മനസ്സിലാക്കിയ, 4 സഭകൾക്കും ധർമ്മോപദേശം നൽകുന്ന വ്യക്തിയാണ് ആനന്ദൻ. വീണ്ടും സാരിപുത്തൻ ഭഗവാനോട് പറഞ്ഞു, വീണ്ടും ഞാൻ രേവതനോട് ഇതേ ചോദ്യം ചോദിച്ചു. ഗോസിംഗ മഹാവനം വളരെ ഭംഗിയുള്ളതാണ്, രാത്രി പ്രകാശമാനമാണ്, സാലവൃക്ഷങ്ങൾ പൂവണിഞ്ഞിരിക്കുകയാണ്, ദിവ്യഗന്ധം എങ്ങും പരന്നിരിക്കുകയാണ്. ഏത് ഭിക്ഷുവാണ് ഈ ഗോസിംഗ വനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്? അപ്പോൾ ആയുഷ്മാൻ രേവതൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഏതൊരു ഭിക്ഷു ധ്യാനത്തെ ആസ്വദിക്കുന്നുവോ, ധ്യാനരതനായിരിക്കുന്നുവോ, മനസ്സിനെ സമതയിൽ പ്രതിഷ്ഠിച്ച വ്യക്തിയാണോ, ധ്യാനത്തെ നിരാകരിക്കാത്ത വ്യക്തിയാണോ, വിപശ്യന ചെയ്യുന്ന വ്യക്തിയാണോ, ആളൊഴിഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ശൂന്യാകാരത്തിൽ പോകുന്ന വ്യക്തിയാണോ, ആ വ്യക്തിയാണ് ഈ ഗോസിംഗ സാലവനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, സാധു സാധു സാരിപുത്ത, വളരെ നന്നായി. രേവതൻ അദ്ദേഹത്തിന് യോജിച്ച രീതിയിൽ തന്നെയാണ് ഇതിനുത്തരം പറഞ്ഞത്. എന്തെന്നാൽ രേവതൻ ധ്യാനത്തിൽ ആസ്വദിക്കുന്നു, ധ്യാന നിമഗ്നനാണ്, മനസ്സിനെ സമതായുക്തമാക്കിയിരിക്കുകയാണ്, ധ്യാനത്തെ നിരാകരിക്കുന്നില്ല, വിപശ്യന ചെയ്യുന്ന വ്യക്തിയാണ്, ഒഴിഞ്ഞ ഗ്രഹങ്ങളിൽ വസിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചേതോ സമതമനിയുക്തോ, അതായത് മനസ്സിൽ സമതാധ്യാനം അത് നമ്മൾ കൊണ്ടുവരണം. അതേപോലെ തന്നെ അനിരാഗത ധ്യാനോ, ധ്യാനങ്ങളെ നിരാകരിക്കുന്ന വ്യക്തി ആകരുത്. വിപശ്യനായ സമന്യാഗതോ, വിപശ്യന കൂട്ടിച്ചേർക്കണം. അതായത് ഇവിടെ പറയുന്നത് സമത വിപശ്യന രണ്ടും ഒരേപോലെ തന്നെ നടക്കണം. കാരണം ധ്യാനം ചെയ്യുന്ന സമയത്ത് അതിൽ അനിച്ഛ, ദുഃഖ, അനത്ത ഈ കാര്യങ്ങളെ ഒരു വ്യക്തി അറിയുന്നു. അതുകൊണ്ട് ആ ധ്യാനങ്ങളിൽ വിപശ്യന തന്നെയാണ് ചെയ്യുന്നത്. അതിനാൽ ഭഗവാന്റെ സൂത്രങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നതാണ് സമതാച്ച വിപശ്യനാച്ച്, സമതയും വിപശ്യനയും രണ്ടും ഒരുമിച്ച് പോകുന്നതാണ് ഭഗവാന്റെ ധർമ്മം. അതുകൊണ്ടാണ് ബന്ദേ വിമലാരംസി അദ്ദേഹം പഠിപ്പിക്കുന്ന ധ്യാനത്തിന് സമതാ വിപശ്യന ധ്യാനം എന്ന് പേരിട്ടത്, അല്ലെങ്കിൽ ട്രയാങ്കിൾ വിസ്ഡം ഇൻസൈറ്റ് മെഡിറ്റേഷൻ, ട്വിം എന്ന് പേരിട്ടത്. ഇന്ന് ഭാരതത്തിൽ ധ്യാനം പഠിപ്പിക്കുന്നത് അദ്ദേഹമാണ്. ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം സാരിപുത്തൻ പറഞ്ഞു, ഞാൻ അടുത്തതായിട്ട് അനിരുദ്ധനോട് ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ഗോസിംഗ മഹാവനം വളരെ ഭംഗിയുള്ളതാണ്, രാത്രി പ്രകാശമാനമാണ്, സാലവൃക്ഷങ്ങൾ പൂവണിഞ്ഞിരിക്കുകയാണ്, ദിവ്യമായിട്ടുള്ള ഗന്ധം എങ്ങും പരന്നിരിക്കുകയാണ്. ഏതു ഭിക്ഷുവാണ് ഈ ഗോസിംഗ സാലവനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്? അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ സാരിപുത്ത, ഏതൊരു ഭിക്ഷു
മനുഷ്യർക്ക് അതീതമായിട്ടുള്ള, മനുഷ്യ ചക്ഷുവിന് കാണാൻ സാധിക്കാത്ത ദിവ്യമായിട്ടുള്ള ദിവ്യചക്ഷു കൊണ്ട് അല്ലെങ്കിൽ ദിവ്യനേത്രം കൊണ്ട് 1000 ലോകങ്ങളെ വീക്ഷിക്കുന്നുവോ ആ ഭിക്ഷുവാണ് ഈ ഗോസിംഗസാലവനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്. സാധു സാധു സാരിപുത്ത. അനിരുദ്ധൻ അദ്ദേഹത്തിന് യോജിച്ച രീതിയിൽ തന്നെയാണ് ഇതിന് ഉത്തരം പറഞ്ഞത്. എന്തെന്നാൽ സാരിപുത്ത, അനിരുദ്ധൻ ദിവ്യമായിട്ടുള്ള ചക്ഷുവിനാൽ ഈ 1000 ലോകങ്ങളെ നോക്കി കാണുന്നു. മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ദിവ്യചക്ഷുവാണ് അനിരുദ്ധന് ഉള്ളത്. ഈ ദിവ്യചക്ഷുള്ള ഒരു വ്യക്തിക്ക് ദൂരെ നടക്കുന്ന കാര്യങ്ങൾ സ്വന്തം അകക്കണ്ണിനാൽ അല്ലെങ്കിൽ ദിവ്യനേത്രത്താൽ കാണാൻ സാധിക്കും. ജീവികൾ മരിക്കുന്നത്, ജനിക്കുന്നത്, എവിടെ പോയി വീണ്ടും ജനിച്ചു എന്നുള്ള കാര്യം, ദേവലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, സ്വർഗ്ഗലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, നരകലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, വളരെയേറെ ദൂരെ ഗാലക്സികൾക്ക് അപ്പുറത്ത് എന്താണ് നടക്കുന്നത്, ഇതെല്ലാം ഇത്തരത്തിലുള്ള ദിവ്യനേത്രങ്ങളുള്ള ഒരു ഭിക്ഷുവിന് കാണാൻ സാധിക്കും. അതിനുശേഷം സാരിപുത്തൻ പറഞ്ഞു, അടുത്തതായിട്ട് ഞാൻ വീണ്ടും ആയുഷ്മാൻ മഹാകസബനോട് ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ഗോസിംഗസാലവനം വളരെ ഭംഗിയുള്ളതാണ്, രാത്രി പ്രകാശമാനമാണ്, സാലവനങ്ങൾ പൂവിട്ടിരിക്കുകയാണ്, എങ്ങും ദിവ്യമായിട്ടുള്ള ഗന്ധം പരന്നിരിക്കുകയാണ്. ഏതൊരു ഭിക്ഷുവാണ് ഈ ഗോസിംഗസാലവനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്? അപ്പോൾ മഹാകസബൻ ഇങ്ങനെ പറഞ്ഞു, ഏതൊരു വ്യക്തി ആരണ്യത്തിൽ താമസിക്കുന്നുവോ, കാട്ടിൽ താമസിക്കുന്നുവോ, ഭിക്ഷാനം കഴിച്ച് ജീവിക്കുന്നുവോ, ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്നുവോ, 3 വസ്ത്രങ്ങൾ മാത്രം കൈവശം വയ്ക്കുന്നുവോ, അല്പ ഇച്ഛ മാത്രം വയ്ക്കുന്നുവോ, സന്തുഷ്ടി ഉണ്ടാകുന്നുവോ, നിർജ്ജന സ്ഥലത്ത് വസിക്കുന്നുവോ, ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നില്ലയോ, സ്വയം വീര്യമുള്ള വ്യക്തിയാണോ, ശീലസമ്പന്നനാണോ, സമാധി സമ്പന്നനാണ്, പജ്ഞാസമ്പന്നനാണ്, വിമുക്തി സമ്പന്നനാണ്, വിമുക്തി ജ്ഞാന ദർശന സമ്പന്നനാണ്, മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും സ്വയം അനുഷ്ഠിക്കുന്നു, അതേപോലെ തന്നെ ഇതേ ഗുണങ്ങളുള്ള വ്യക്തികളെ അനുമോദിക്കുന്നു, പ്രശംസിക്കുന്നു. ആ ഗുണങ്ങളുള്ള ഒരു ഭിക്ഷുവാണ് ഈ ഗോസിംഗസാലവനത്തെ കൂടുതൽ ഭംഗിയാക്കുന്നത്. ആയുഷ്മാൻ മഹാകസബൻ പറഞ്ഞിട്ടുള്ള ഈ ഓരോ ഗുണങ്ങളും നമ്മൾക്ക് പ്രേരണാദായകമാണ്, പ്രത്യേകിച്ച് ഭിക്ഷുക്കൾക്ക് പ്രേരണാദായകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാൻ പറഞ്ഞു, സാധു സാധു സാരിപുത്ത. കശ്യപൻ അദ്ദേഹത്തിന് യോജിച്ച രീതിയിൽ തന്നെയാണ് ഉത്തരം പറഞ്ഞത്. എന്തെന്നാൽ കശ്യപൻ വനത്തിലാണ് താമസിക്കുന്നത്, ഭിക്ഷാന്നത്തിലാണ് ജീവിക്കുന്നത്, ഉപേക്ഷിച്ച വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്, 3 ചീവരങ്ങളാണ് ഗ്രഹിക്കുന്നത്, അല്പ ഇച്ഛ ഉള്ള വ്യക്തിയാണ്, സന്തുഷ്ടനായിട്ടുള്ള വ്യക്തിയാണ്, ഏകാന്ത സ്ഥലത്ത് വസിക്കുന്ന വ്യക്തിയാണ്, ആൾക്കാരോട് ഇടപഴകാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്, സ്വയം വീര്യവാനാണ്, സ്വയം ശീലസമ്പന്നനാണ്, സ്വയം സമാധി സമ്പന്നനാണ്, സ്വയം പ്രജ്ഞാസമ്പന്നനാണ്, വിമുക്തി സമ്പന്നനാണ്, വിമുക്തി ജ്ഞാന ദർശന സമ്പന്നനാണ്. അതേപോലെ തന്നെ ഇതേ ഗുണങ്ങൾ ഉള്ള വ്യക്തിയെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെയുള്ള ഭിക്ഷുക്കളെ പ്രശംസിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് സാരിപുത്തൻ വീണ്ടും പറഞ്ഞു, അടുത്തതായിട്ട് ഞാൻ ആയുഷ്മാൻ മഹാമൊഗല്ലനോട് ഇതേ ചോദ്യമാണ് ആവർത്തിച്ചത്. ഗോസിംഗസാലവനം വളരെ ഭംഗിയുള്ളതാണ്, രാത്രി പ്രകാശമാനമാണ്, സാലവനത്തിലെ വൃക്ഷങ്ങൾ പൂവിട്ടിരിക്കുകയാണ്, ദിവ്യമായിട്ടുള്ള ഗന്ധം എങ്ങും പരന്നിരിക്കുകയാണ്. ഏത് ഭിക്ഷുവാണ് ഈ ഗോസിംഗസാലവനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്? അപ്പോൾ മഹാമൊഗല്ലാനൻ ഇങ്ങനെ പറഞ്ഞു, ഏതൊരു ഭിക്ഷു അഭിധമ്മ കഥ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുവോ, അന്യോന്യം അതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നുവോ, ആ ചോദ്യങ്ങൾക്ക് അന്യോന്യം ഉത്തരം കൊടുക്കുന്നുവോ, ആ ധർമ്മകഥ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുവോ, ആ തരത്തിലുള്ള ഭിക്ഷുവാണ് ഈ ഗോസിംഗസാലവനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, സാധു സാധു സാരിപുത്ത. വളരെ നന്നായി, വളരെ നന്നായി സാരിപുത്ത. മൊഗല്ലാനൻ അദ്ദേഹത്തിന് യോജിച്ച രീതിയിൽ തന്നെയാണ് ഇതിന് ഉത്തരം പറഞ്ഞത്. സാരിപുത്ത, മൊഗല്ലാനൻ ധമ്മകഥ പറയുന്ന വ്യക്തിയാണ്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൊഗല്ലാനൻ ഭഗവാനോട് പറഞ്ഞു, അടുത്തതായിട്ട് ഞാൻ ആയുഷ്മാൻ സാരിപുത്തനോട് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് ഉത്തരം പറഞ്ഞത്, ഇനി ഞങ്ങൾ താങ്കളോട് ചോദിക്കുന്നു, ആയുഷ്മാൻ സാരിപുത്ത,
ഗോസിംഗ സാലവനം വളരെ മനോഹരമാണ്. രാത്രി പ്രകാശമാനമാണ്. സാലവൃക്ഷങ്ങൾ പൂവണിഞ്ഞിരിക്കുകയാണ്. എങ്ങും ദിവ്യമായിട്ടുള്ള ഗന്ധം പരന്നിരിക്കുകയാണ്. ഏതൊരു ഭിക്ഷുവാണ് ഈ ഗോസിംഗ സാലവനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്? ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ സാരിപുത്തൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ആയുഷ്മാൻ മൊഗ്ഗല്ലാന, എപ്പോൾ ഒരു ഭിക്ഷു സ്വന്തം മനസ്സിനെ കീഴടക്കുന്നുവോ, സ്വയം മനസ്സിന് കീഴടങ്ങുന്നില്ലയോ, രാവിലെ ഏതൊരു ധ്യാനത്തിൽ മുഴുകാൻ ആഗ്രഹിക്കുന്നുവോ, ഏതൊരു ഉപലബ്ധിയിൽ കഴിയാൻ ആഗ്രഹിക്കുന്നുവോ, ഉച്ചയ്ക്ക് ഏതൊരു ധ്യാനത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നുവോ, ഏതൊരു ഉപലബ്ധിയിൽ കഴിയാൻ ആഗ്രഹിക്കുന്നുവോ, സന്ധ്യാസമയത്ത് ഏതൊരു ധ്യാനത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവോ, ഏതൊരു ഉപലബ്ധിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവോ, ആ ഭിക്ഷുവാണ് ഈ ഗോസിംഗ സാലവനത്തിന് കൂടുതൽ ഭംഗി നൽകുക. ഉദാഹരണമായിട്ട് ഒരു രാജാവ് അല്ലെങ്കിൽ മന്ത്രി, അവർക്ക് ധാരാളം വർണ്ണങ്ങളുള്ള വസ്ത്രങ്ങൾ ഉണ്ട് എന്ന് കരുതുക. രാവിലെ അവർക്ക് ഇഷ്ടമുള്ള നിറമുള്ളൊരു വസ്ത്രമായിരിക്കും ധരിക്കുക. ഉച്ചയ്ക്ക് അവർക്കിഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കും. വൈകിട്ട് അവർക്കിഷ്ടമുള്ള നിറമുള്ള മറ്റൊരു വസ്ത്രം ധരിക്കും. ഇതേപോലെ തന്നെ ഒരു ഭിക്ഷു രാവിലെ അവർക്കിഷ്ടമുള്ള ധ്യാനത്തിൽ ഉപലബ്ധിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഉച്ചയ്ക്ക് അവർക്കിഷ്ടമുള്ള ധ്യാനത്തിൽ ഉപലബ്ധിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. വൈകിട്ട് അവർക്ക് ഇഷ്ടമുള്ള ധ്യാനത്തിൽ ഉപലബ്ധിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ആ രീതിയിലുള്ള ഭിക്ഷുവാണ് ഈ ഗോസിംഗ സാലവനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്. ആയുഷ്മാൻ സാരിപുത്തൻ 8 ധ്യാനങ്ങളിലും നിപുണനാണ്. ഏത് ധ്യാനത്തിൽ നിൽക്കണം, എത്ര സമയം നിൽക്കണം എന്ന് അദ്ദേഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത്രയധികം സമയം അദ്ദേഹം അതേ ധ്യാനത്തിലായിരിക്കും നിൽക്കുക, അതേ ഉപലബ്ധിയിലായിരിക്കും നിൽക്കുക. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാധു സാധു മൊഗ്ഗല്ലാന, വളരെ നന്നായി മൊഗ്ഗല്ലാന. സാരിപുത്തൻ അദ്ദേഹത്തിന് യോജിച്ച രീതിയിൽ തന്നെയാണ് ഉത്തരം പറഞ്ഞത്. സാരിപുത്തൻ സ്വന്തം മനസ്സിനെ സ്വയം വശത്താക്കിയിരിക്കുകയാണ്. അദ്ദേഹം മനസ്സിൻ്റെ വശത്തല്ല. അതിനാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഏതൊരു ധ്യാനത്തിൽ, ഏതൊരു ഉപലബ്ധിയിൽ നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുവോ അതിന് അദ്ദേഹത്തിന് കഴിയും. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആയുഷ്മാൻ സാരിപുത്തൻ ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചു, ബന്ദേ, ആരാണ് വളരെ നല്ല രീതിയിൽ പറഞ്ഞത്? ആരാണ് നല്ല ഉത്തരം കൊടുത്തത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഉത്തരം പറഞ്ഞത്, നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. എന്തായാലും ഈ ഗോസിംഗ സാലവനത്തെ ഏതു ഭിക്ഷുവാണ് കൂടുതൽ സുന്ദരമാക്കുന്നത് എന്നതിനെപ്പറ്റി ഞാനും പറയുന്നത് ശ്രദ്ധിക്കുക. ഏതൊരു ഭിക്ഷു ഭിക്ഷാടനം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിഞ്ഞ് ചമ്രം മടിഞ്ഞ് ശരീരം നിവർത്തി ഇരിക്കുന്നുവോ, എന്നിട്ട് സ്വന്തം മുഖത്തിനു ചുറ്റും സ്വന്തം ശ്രദ്ധ വയ്ക്കുന്നു, എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു, ഉജും കായം പണിതായ പരിമുഖം സതിം ഉപഠവിത്വ, അതായത് മുഖത്തിനു ചുറ്റും സ്വന്തം സതി അല്ലെങ്കിൽ ജാഗ്രതയെ പ്രതിഷ്ഠിച്ച് ഇങ്ങനെ വിചാരിക്കുന്നു, ഏതുവരെ എൻ്റെ ചിത്തം ആസവത്തിൽ നിന്ന് വിമുക്തമാകുന്നില്ലയോ അതുവരെ ഞാൻ എൻ്റെ ആസനം മാറ്റില്ല, ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കില്ല. ആ തരത്തിലുള്ള ഭിക്ഷുവാണ് ഈ ഗോസിംഗ സാലവനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്. ഇത് ഭഗവാൻ അദ്ദേഹത്തിന് മുക്തി കിട്ടിയ രാത്രി അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എടുത്ത നിർണയമാണ്. ഏതുവരെ ഞാൻ സമ്യക് സംബോധി നേടുന്നില്ലയോ അതുവരെ ഞാൻ എൻ്റെ ഈ ഇരിപ്പ് മാറ്റുകയില്ല. ഞാൻ എങ്ങനെ ഇരുന്നോ അങ്ങനെ തന്നെ ഇരിക്കും. എൻ്റെ കാലുകൾ പൊടിഞ്ഞു പോകട്ടെ, ശരീരം ജീർണിച്ചു പോകട്ടെ, എന്തായാലും ശരി, എനിക്ക് സംബോധി കിട്ടാതെ ഞാൻ ഈ ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തിട്ടാണ് അദ്ദേഹം ഇരുന്നത്. എന്നിട്ട് അന്ന് തന്നെ അദ്ദേഹത്തിന് സംബോധി ലഭിക്കുകയും ചെയ്തു. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ആ ഭിക്ഷുക്കളെല്ലാം വളരെ സന്തുഷ്ടരായി, തൃപ്തരായി ഭഗവാന്റെ ഭാഷണത്തെ അവർ എല്ലാം അനുമോദിച്ചു. മഹാഗോസിംഗ സൂത്തം നിദ്ധിതം. മഹാഗോസിംഗ സൂത്തം അവസാനിച്ചു. ഇവിടെ ഓരോ ഭിക്ഷുവിനെ പറ്റിയും പറയുന്നതും ആ ഭിക്ഷുക്കൾ അവരവരുടെ ഗുണം തന്നെയാണ് പറയുന്നത്. ഈ ഗുണങ്ങളെല്ലാം ഒരു സാധകന് വളരെ പ്രേരണാജനകമാണ്, ഒരു ഭിക്ഷുവിന് വളരെ പ്രേരണാജനകമാണ്. അതിനാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത്തരം സൂത്രങ്ങൾ കേട്ട് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കൂടുതൽ ബലപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. ഇനി അല്പസമയം പുണ്യവിതരണം അഭ്യസിക്കാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ.
ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.